ആരും കാണാനില്ലല്ലോ. വിളിച്ചു നോക്കി. ചേച്ചിയേ, സുമതി ചേച്ചി, ആരുമില്ലേ? എന്താണ് അത്തേറി വിളിച്ചിരിക്ക? വിളിച്ചിട്ടൊന്നും വരുന്നാണല്ല. പൈസയുടെ കാര്യല്ലേ മോനെ, ലേശം ഒരു അവധി കൂടി താ. ഞാൻ പൈസ തരാം. അപ്പൊ പൈസയുടെ കാര്യത്തിനാണ് ഞാൻ വന്നത്, നിങ്ങൾ അവധി പറയാനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാം. എന്നെ കണ്ടപ്പോ തന്നെ പൈസയുടെ കാര്യം ഓർമ്മ വന്നില്ലേ? മോന് നിവൃത്തികേട് കൊണ്ടല്ലേ? അല്ല, ഇതിലിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് എന്റെ ഫോണിൽ വിളിച്ചിട്ട് പോലും നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ അന്വേഷിച്ച് പടക്കി ഇങ്ങനെ വരണല്ലോ ഞാന്, ഇതറിയണമെങ്കിൽ അല്ലേ? എന്റെ മോനുള്ള സമയത്ത് കൃത്യമായിട്ട് തന്നോണ്ടിരുന്നല്ലേ. അത് 1.5 കൊല്ലം മുമ്പല്ലേ? 1.5 കൊല്ലം മുമ്പ് മോൻ മരിച്ചില്ലേ? അതിന്റെ ശേഷം നിങ്ങള് ഒരു തവണയായിട്ടേ തന്നിട്ടുണ്ട്. അന്നേരം ഒരു അത്യാവശ്യം വന്നപ്പോ വാങ്ങിയതല്ലേ മോനെ. അത് കഴിഞ്ഞ് എന്റെ മോൻ ഇങ്ങനെ വരും എന്നുള്ളത് ഞാൻ അറിഞ്ഞോ? അത്യാവശ്യം ഉള്ളപ്പോ തന്നെ എല്ലാവരും പൈസ വാങ്ങുക, എന്നിട്ട് അവസാനം പറയും ഈ കണ്ണീര് ഇത് തന്നെ, ഈ കണ്ണീരും കയ്യും ഇതിങ്ങനെ കാണിക്കും. എവിടത്തെ സ്ഥിതിയാണിത്? ഈ അയ്യോ പാവം കേസിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ കരഞ്ഞു കാണിക്കല്ല എന്റെ മോനെ. ഞങ്ങൾ ഇവിടെ വരില്ലെന്ന് അറിയാം. 3-4 ദിവസം ഞങ്ങൾ നടത്തുന്നില്ലേ പെട്രോൾ. അത് അറിയാഞ്ഞിട്ടല്ലോ. അല്ല, ഇതിപ്പോ ശരിയാവില്ലല്ലോ. എനിക്ക് പൈസ കിട്ടണ്ട, എന്റെ പലിശ കിട്ടണം. മുതലവിടെ വെക്കട്ടെ, പലിശെങ്കിലും തരണ്ടേ നിങ്ങള്. എന്താ കുട്ടിയെ, എന്തേലും ജോലിക്ക് പോയിക്കൂടെ? നല്ല തടി ഉണ്ടല്ലോ. അതെന്താ ശരിയാവാത്താവോ? ഓ, ആ മലപ്പുറത്തെ കളക്ടർ ഒഴിവായിട്ടുണ്ട്, അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, അപ്പൊ കിട്ടും. എടോ, നടന്ന് അന്വേഷിക്കണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നോണ്ടിരിക്കില്ല. ഈ 1.5 കൊല്ലായിട്ട് അപ്ലൈ ചെയ്യല് മാത്രമേ അല്ല, അവള് രാവിലെ ഓരോ പണി അന്വേഷിച്ച് പോണ്ട് മോനെ. അത് കിട്ടാഞ്ഞിട്ടാണ്. എല്ലാവരും പൈസയാ ചോദിക്കണേ. പൈസ ചോദിച്ചാലേ അവര് ജോലി തരുള്ളൂ. നമുക്ക് എന്തേലും കെട്ടിവെക്കാൻ പൈസ വേണ്ടേ? വെറുതെ പറയണാണ്. പൈസ ചോദിച്ചിട്ട് പിന്നെ ഇത് അനക്ക് തോന്നുന്നുണ്ടാ? പൈസ വാങ്ങിയിട്ട് പൈസ വാങ്ങി എല്ലാവരും നല്ല പഠിച്ചതല്ലേ, അവക്ക് അതിനനുസരിച്ച് ഒരു ജോലി കിട്ടണമെങ്കില് ഇന്ന് ഏതെങ്കിലും അടുക്കള പണിക്ക് പോണം. പഠിച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വീട്ടിൽ കുത്തിരിക്കുക, 3 നേരം തിന്നുക, കിടന്നുറങ്ങുക. ഇതല്ല. അങ്ങനെ നിന്ന് അങ്ങനെ തന്നെ ഉണ്ടാവുക, ദാരിദ്ര്യാവും. നിങ്ങൾ പൈസ തരണം. അത് ശരി, ആൾക്കാർ കേക്കട്ടെ. ആൾക്കാർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പറയണത്. 1.5 കൊല്ലായി ഞാൻ ഇവിടെ ഇങ്ങനെ കേറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഞാൻ 1-2 ആളുകളോട് പൈസ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ വേറെ ആൾക്കാരോട് പൈസ ചോദിച്ചു വെച്ചിട്ടുണ്ട്, കടം. എന്നിട്ട് ഇതേപോലെ അവരേനും പറ്റിക്കുക. അയ്യോ, ഈ വീട് വിൽക്കേണ്ട കഥയൊന്നും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണ്ട. അതിന്റെ പവർ ഓഫ് അറ്റോണി എന്റെ പേരില്ല. അഗ്രിമെന്റ് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്, മനസ്സിലായ? ഇത് വിൽക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. 3.5 സെന്റ് അല്ലേ? അതിൽ നിന്ന് എന്ത് നൊട്ടേ കിട്ടുക? ഈ 3.5 സെന്റ് വിറ്റ എന്റെ പൈസ കിട്ടൂല, ഞാൻ നിങ്ങൾക്ക് തന്ന പൈസ കിട്ടൂല. എല്ലാരും പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നാട്ടുകാരെ അറിയണോണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഭയങ്കര നാണക്കേട്. ഇന്റെ പൈസ വാങ്ങി നക്കിയിട്ടല്ലേ കുത്തിയിരിക്കണത്. അങ്ങനെ പറയല്ലേ മോനെ. എന്റെ മോനെ പോലെ കണ്ടിട്ടാ ഞാൻ പറയണത്. അങ്ങനെ പറയല്ലേ. ഞങ്ങൾ മര്യാദക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞ ഇന്ന് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ തരും. ജോലി കിട്ടിക്കോട്ടെ. നിങ്ങൾ ഈ അപമാനിക്കുന്ന പോകുന്നുണ്ട് ഇവിടുന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളെ, ആൾക്ക് ജോലി കിട്ടും, കലക്ടറെ ജോലി കിട്ടും. മലപ്പുറത്ത് ഒഴിവിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? മലപ്പുറത്ത് കളക്ടർ താനിപ്പോ ചെല്ലാൻ നോക്കും. അന്റെ വയലാവിന് കുറവൊന്നുമില്ലല്ലോ. മാന്യമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ നിങ്ങൾ കാശ് ഞാൻ എന്ത് മാന്യത? തന്നാ തീരും. തായോ തന്നാ തീരും. ഞങ്ങളെ മേടിച്ചത് അന്റെ ഭർത്താവ് വാങ്ങിയല്ലേ? എന്റെ ഭർത്താവ് ഒന്നും മേടിച്ചിട്ടില്ല. എന്റെ ഭർത്താവ് വാങ്ങിയിട്ടില്ല. രേഖ എന്റെ കയ്യിലുണ്ടല്ലോ. തൊള്ളേ തോന്നിയ വർത്തമാനം പറഞ്ഞുണ്ടല്ലോ. അത് ശരി. എന്റെ സ്വഭാവം ആൾക്ക് അറിയില്ലായിരിക്കും. ഒച്ചയും വെള്ളം ഉണ്ടാക്കല്ലേ. പൈസ ഞങ്ങൾ എങ്ങനെയും തരും. ഞങ്ങൾ തരാതിരിക്കില്ല. പറ്റിക്കുന്നല്ല. അപ്പൊ ഈ 1.5 കൊല്ലം പറ്റിച്ചതല്ലേ? അല്ലേ? എന്റെ മോൻ ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ, എന്റെ മോൻ പോയതുകൊണ്ടല്ലേ. ഈ പൂങ്കണ്ണീര് കാണിച്ചിട്ടൊന്നും ഇതാക്കാൻ നിക്കണ്ട. അതെ, ഈ ഒരു കാര്യം ചെയ്തോ. ഏതായാലും അനക്ക് വേറെ പണിയൊന്നുമില്ല. അനക്ക് നല്ല പണി ഞാൻ തരാം. എന്റെ കൂടെ പോരെ. എന്തേ എന്തേ തോണിമാസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊക്കെ പണി തരാന്നാ ഞങ്ങൾ നെഞ്ചത്തോടെ വരണ്ട. ഇപ്പൊ ഇറങ്ങിക്കോ. തന്റെ കാശ് തന്നാ തീരും. പക്ഷെ തോണിമാസം വീട്ടിൽ വെച്ച് വിളിച്ചിട്ടുണ്ടല്ലോ. ആരാ? പുലിക്കുട്ടിയാ? എന്റെ മേലോടുന്ന വർത്താനം പറഞ്ഞാൽ ഞാൻ പുലിക്കുട്ടിനെയാണ്. എന്റെ മേല് തൊട്ടിട്ടൊന്നും ഇല്ലല്ലോ. തൊടിയിപ്പിക്കരുത്.
നീ വിവരം അറിയൂ, ഇറങ്ങി പോവാൻ നോക്ക്. അയ്യോ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോലീസിനെ വിളിച്ചാൽ നിന്റെ പൈസ ഒന്നുമില്ല. ഇതിന്റെ പവർ ഓഫ് അറ്റൻഡ് ഒരു കുന്തുമില്ല. അതെനിക്കറിയാം. ആള് മരിച്ചു പോയി. ഇനി എന്താ തൊള്ളേക്കൊന്നും ഞാൻ തന്നെ ഈ തരാൻ മനസ്സില്ല. എന്താ കുട്ടിയെ പറ്റുക? ഉത്തരം മുട്ടുമ്പോള്ള തൊള്ളേ തോന്നിയ ഞായേ ഇയാൾ മടക്കി എടുത്തുവെച്ചാ മതി. അതിന്റെ ഇടയിൽ ഇങ്ങനെ തിരികെ വെച്ചോ. എന്റെ അമ്മ പാവായതുകൊണ്ടാണ് അല്ല, ഇത്ര ദിവസമായിട്ട് ഇത്ര 1.5 കൊല്ലായിട്ട് ഞാൻ മനസ്സില്ല തരാന്. മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാൻ പറ്റുമോ ഞാൻ നോക്കിക്കോളാം. എന്റെ മോൻ പൈസ വാങ്ങിച്ചെന്നുള്ളത് ശരി തന്നെയാണ്. അത് ഞങ്ങൾ എങ്ങനെയും തരും. ആയിക്കോട്ടെ. ഇപ്പൊ ഈ 1.5 മുഴം നീളമുള്ള വയലാവുള്ള ഈ പെണ്ണ് കൂടണ്ട് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ധൈര്യം കാണിക്കുന്നത്. അതല്ല, അത് ഓളെ തോന്നല് മാത്രാണ്. വായലാവ് കാട്ടിയിട്ടൊന്നും പേടിപ്പിക്കാൻ പറ്റൂല നമ്മളതിനെ. അതാണ്ട് വിട്ടാളുണ്ട്. ഒരു കാര്യം ചെയ്തോ, ഞാൻ പിന്നെ ഇതാ പറയണ ജി പോരേന്ന്. മോളെ ഇറക്കി വിട്ടോളി. ആൾക്കാർ കേക്കട്ടെ. എന്താ ആൾക്കാർ ചുറ്റുപാടത്തുള്ള ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ട്. അവരാരും ഇതുവരെ നിങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ കൊണ്ട് വന്നില്ലല്ലോ. അവർക്ക് അറിയാം ഞാൻ എന്താന്ന്. ഞാൻ പൈസ തന്നിട്ടുണ്ട് വെച്ചെങ്കില് അത് വാങ്ങാനും എനിക്കറിയാം. ഞാൻ ഇനി വരുമ്പോ അന്നയും കൊണ്ടേ ഞാൻ അവിടുന്ന് പോകും. എഴുതി വെച്ചോ ജി. നമുക്ക് ഇന്നെ അറിയാനാണ്. വാടാ. മരിക്കുന്ന എന്റെ മോനുള്ളപ്പോ